എൻ്റെ ഓട്ടോമൊബൈൽ കരിയറിൽ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ ലൈക്ക് ട്രെയിനേഴ്സ്, സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ്. പല സ്റ്റേജുകളിലും സുപ്പീരിയേഴ്സ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ആകാതിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവരുടെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കരിയറിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്നുള്ളത് ആ ഒരു സ്റ്റേജിൽ ശരിക്കും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഞാനും ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ പലരെയും കരിയറിൽ ഗൈഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരു 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 പാത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്ത് പോയിട്ടുണ്ട്. പലരും ഒരു സ്റ്റേജിൽ വന്നതിന് ശേഷം ഈ കരിയർ ഗ്രോത്തിൽ നെക്സ്റ്റ് എന്ത് എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന പല സ്റ്റേജുകളിലും നിൽക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ നെക്സ്റ്റ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാനൊരു റിസ്ക് എടുക്കണോ? പല സിറ്റുവേഷനിലും ഒരു സ്റ്റേജിൽ വന്ന് നമ്മൾ കംഫേർട്ട് ലെവലിലായിട്ട് നമ്മൾ ആ സ്റ്റേജിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആ ഒരു കംഫർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്ന് പറയുന്നത് റിസ്ക്കിയാണ് ശരിക്കും. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും അത്രയും തന്നെ റെസ്പോൺസിബിലിറ്റീസ് കൂടും, റിസ്ക് കൂടും, പുതിയ കാര്യങ്ങൾ, പുതിയ റെസ്പോൺസിബിലിറ്റീസ് വരും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ കുറച്ച് റിസ്ക്കിയാണ്, ബട്ട് ഡെഫിനറ്റ്ലി കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും. അങ്ങനെ പോയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു റിസ്ക് എടുത്ത് ചാടിയതിന് ശേഷം ഗ്രോ ചെയ്യാതെ പോയവരെ ആരെയും എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാവരും സക്സസ് തന്നെയാണ്. പക്ഷേ അവരുടെ സക്സസിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അവരിടുന്ന ആ ഒരു ടൈം, എഫോർട്ട്, അവരുടെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഇതൊക്കെയാണ്. അല്ലാതെ ചുമ്മാ ഒന്നും എല്ലാവരും സക്സസ് ആകത്തില്ല. നമുക്ക് ജസ്റ്റ് ഗൈഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ട എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് അവരവർ തന്നെ ഇടണം. ഗൈഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളുടെ കരിയറിൽ, പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ ഡെഫിനറ്റ്ലി നമ്മൾ ആ ലെവലിൽ എത്തിയിരിക്കും. നമ്മൾ തീക്ഷ്ണമായിട്ടത് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടിയെത്തും. ശരിക്കും ഓപ്പർച്യൂണിറ്റീസ് എത്തുമ്പോഴത്തേക്കും ഒരു റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ ബാക്കിലേക്ക് മാറാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്ന സ്റ്റേജിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഒരു സ്റ്റേജിലെത്തും. ഇമ്മീഡിയറ്റ്ലി ഒന്നും വരത്തില്ല. ഇപ്പം കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ പാടെ ഡയറക്റ്റ് എന്താ പറയുക, എൻജിനീയർ ആകണം അല്ലെങ്കിൽ എൻട്രി വേണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട്. സോ എവിടെ ഒരു എൻട്രി കിട്ടുന്നു അവിടെ കയറുക, വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ലെവൽ എന്താണ്, എപ്പോഴും ഒരു റോളിൽ ഒരു 3 to 4 years വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ആ റോള് സ്വിച്ച് ചെയ്യാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക എല്ലാവരും. ആ ഒരു റോളിൽ 3 to 4 years കഴിയുമ്പോഴത്തേക്കും ആ ഒരു റോളിൽ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ ബാക്കി കാണത്തില്ല. മാക്സിമം 4 or 5 years കഴിയുമ്പോൾ ആ റോളിലൊന്നും ചെയ്യാൻ കാണത്തില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മളുടെ സുപ്പീരിയേഴ്സിനോട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന അതേ റോളിൽ മേലിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ കൺസൾട്ട് ചെയ്യുക, സംസാരിക്കുക. നെക്സ്റ്റ് എന്താണ്, എനിക്ക് നെക്സ്റ്റ് എന്താകാൻ പറ്റും, പിന്നെ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റും കൂടെ അറിയണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കരിയർ ഗൈഡ് ചെയ്ത ഒരു പയ്യൻ നാട്ടിൽ ഈ പറയുന്ന പോലെ ചെന്നൈയിൽ പോയിട്ട് ഏതോ സപ്ലയറിൽ 10,000 rupees മന്ത്ലി സാലറിക്ക് പോകാനായിട്ട് നിന്നിരുന്നവൻ യാദൃശ്ചികവശാൽ എന്നെ കണ്ടു. ഞാൻ പറഞ്ഞു പോകണ്ട, ഈ പറയുന്ന 10,000 rupees എന്ന് പറയുന്ന നാട്ടിൽ തന്നെ കിട്ടും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ആ 10,000 rupeesനായിട്ട് ചെന്നൈക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ അവനെ ഞാൻ വോക്സ്വാഗണിൽ കയറ്റി. വോക്സ്വാഗണിൽ ആസ് എ ടെക്നീഷ്യൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു 2-2.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫിൽ നിന്ന് BMW, ലാൻഡ് റോവർ, ജാഗ്വാർ ആൻഡ് മസറാട്ടിയുടെ ഒരു ഇമ്പോർട്ടറിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. എനിക്കിങ്ങനെ ഇൻക്വയറി വന്നു. ഞാൻ അവൻ്റെ CV സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി പോയി. 2 വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം അവൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റാണിത്. BMW M8 GTയുടെ ഒരു സ്കെയിൽ മോഡലാണ്. അപ്പം അവനെന്നെ കാണണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം അവൻ വീട്ടിൽ വന്നതിന് ശേഷം അവൻ കൊണ്ട് തന്നതാണ് ഈ സ്കെയിൽ മോഡൽ 1:18. എക്സാക്ട്ലി സെയിമാണ്. ഇതിൻ്റെ ഒരു വലിയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് കവറ് അൺബോക്സ് ചെയ്യാം. കംപ്ലീറ്റ് ചൈൽഡ് പാർട്സാണ്. ഇതിന് അസംബിൾ ചെയ്യുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. ഇത്
അസംബിൾ ചെയ്യുന്ന വീഡിയോയും അസംബിൾ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷേ ഐ ആം വെരി ഹാപ്പി ആക്ച്വലി. അവൻ എന്നെ കാണണം, ലീവിന് വന്നതിന് ശേഷം കാണണം എന്ന് പറഞ്ഞതും ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാനങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. ബട്ട് അവൻ എനിക്കത് വാങ്ങി തന്നു, ഒരു സ്കെയിൽ മോഡൽ വാങ്ങിക്കൊണ്ട് തന്നു. ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. ഐ തിങ്ക് എക്സാക്റ്റ് പ്രൈസ് ടാഗൊന്നും ഇല്ല എന്താണെന്നുള്ള കാര്യത്തിൽ, ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി. പക്ഷേ എനിക്കും ഭയങ്കര ഹാപ്പിയായി, കാരണം അവൻ്റെ കരിയറിൽ അവൻ പറഞ്ഞു വളരെയധികം ഹാപ്പി ആയിട്ടുണ്ട്. അന്ന് ചെന്നൈയിൽ പോയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ചെന്നൈയിൽ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ടായിരിക്കും. നൗ ഹീ ഈസ് ഹാപ്പി. അവൻ ഹാപ്പിയാണ്, അവൻ്റെ വീട്ടുകാർ ഹാപ്പിയാണ്. അവൻ്റെ എഡ്യൂക്കേഷൻ ലോൺ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവൻ ക്ലിയർ ചെയ്തു എന്ന് കേൾക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു തൃപ്തി ഭയങ്കരം തന്നെയാണ്. എന്തായാലും താങ്ക്സ് എ ലോട്ട് ഫോർ ദ ഗിഫ്റ്റ്. ഞാനത് അസംബിൾ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും.